ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ജീവാവശേഷങ്ങളിലൊന്നായ ലാറ്റ്വിയയിലെ കോറൽ സിനഗോഗിൻ്റെ സ്മാരകത്തിലേക്കാണ് ഈ യാത്ര. ഈ സ്മാരകം ഹോളോകോസ്റ്റ് കാലഘട്ടത്തിലെ ജൂത സമൂഹം നേരിട്ട ക്രൂരതകളുടെ നേർസാക്ഷ്യമാണ്. 1939 ലാറ്റ്വിയയിലെ യഹൂദ സമൂഹം ശക്തിശാലികളായിരുന്നുവെങ്കിലും 1941 നാസി ജർമ്മനി ലാറ്റ്വിയയിൽ പ്രവേശിച്ചു. നാസി സൈനികർ യഹൂദരെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊല ചെയ്തു. കോറൽ സിനഗോഗ് റിഗയുടെ അതിപ്രധാനമായിരുന്ന യഹൂദ ആരാധനാലയമായിരുന്നു. എന്നാൽ 1941 നാസി അധിനിവേശം ആരംഭിച്ചതോടെ ഈ സിനഗോഗ് അഗ്നിക്കിരയാക്കപ്പെട്ടു. സിനഗോഗിനുള്ളിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളുമടക്കം 30,000 പേരോളം കൊല ചെയ്യപ്പെട്ടു. കോറൽ സിനഗോഗിൻ്റെ ഈ തകർച്ച ലാറ്റ്വിയയിലെ ജൂത സമൂഹത്തെ ഇല്ലാതാക്കാനുള്ള നാസി പട്ടാളത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. ആയിരത്തി 1933 അഡോൾഫ് ഹിറ്റ്ലർ അധികാരത്തിൽ വന്നപ്പോൾ ജർമ്മനിയുടെ നാസി പാർട്ടി മാനവികതയെ ലംഘിച്ച നിരവധി പീഡനങ്ങളും മർദ്ദനങ്ങളും നടത്തി. നാസി സൈന്യം ലാത്വിയ, ലിത്വാനിയ, പോളണ്ട്, ഫ്രാൻസ് തുടങ്ങിയ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലെ യഹൂദരെയും പിന്തുടർന്നു. അഗ്നിക്കിരയാക്കപ്പെട്ട സിനഗോഗിൻ്റെ സ്മാരകമായി ഈ ഒരു ഭാഗം ഇപ്പോഴും നിലനിൽക്കുന്നു. ഹോളോകോസ്റ്റ് കാലത്തിനു ശേഷം യഹൂദ സമൂഹത്തിൻ്റെ വലിയൊരു ഭാഗം പിന്തുണയില്ലാത്തതായി മാറി. യഹൂദ ജനതയുടെ ചരിത്രം പൂർണ്ണമായും നഷ്ടമായിരുന്നു. ലാറ്റ്വിയയിൽ പിന്നീട് ചില യഹൂദ കുടുംബങ്ങൾ പുനരധിവസിക്കുകയും ബാൾട്ടിക് രാജ്യങ്ങളിൽ യഹൂദ സമൂഹത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. ഭാഗികമായ പുനരധിവാസം അങ്ങനെ സാധ്യമായി. ഹോളോകോസ്റ്റ് മെമ്മോറിയൽ ഡേയ്സിൽ ജൂവിഷ് കമ്മ്യൂണിറ്റി ഇവിടെ അനുസ്മരണ ദിനമായി ആചരിക്കാറുണ്ട്. ലാറ്റ്വിയയിലെ യഹൂദ സമൂഹത്തെപ്പറ്റിയും ഈ സിനഗോഗിൻ്റെ തകർച്ചയെപ്പറ്റിയുമുള്ള എഴുത്തുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഈ സിനഗോഗ് പിന്നീട് പുനരുദ്ധാരണം ചെയ്യപ്പെട്ടിട്ടില്ല. ഹോളോകോസ്റ്റിൻ്റെ സ്മാരകമായി ഇവിടം രേഖപ്പെടുത്തപ്പെട്ടു.